ഓക്കെ, നമ്മൾ ദിവ്യബലിക്കായിട്ട് ഒരുങ്ങിയാണ്. നിശബ്ദമായിട്ട് പള്ളിയിലിരിക്കുക. നിത്യശാന്തി അരുളുക നീ. ശാന്തി അരുളുക നാഥാ, നിത്യശാന്തി അരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. നിത്യവെളിച്ചമിയാ തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. അഭിനവഗാനം തവ സങ്കീർത്തന ഗാനം. നേർച്ചകളും അർപ്പിതമാകും സതതം. ഞങ്ങളുയ യാചനയെല്ലാം നാഥ കേട്ടരുളേണം. ഞങ്ങളുയർത്തും യാചനയെല്ലാം നാഥ കേട്ടരുളേണം. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സകല മരിച്ച വിശ്വാസികളുടെയും സ്മരണ ആചരിക്കുകയാണ്. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, ജീവിത പങ്കാളിയെ, മക്കളെ, അവരെല്ലാവരെയും പ്രത്യേകമായി നമ്മൾ അനുസ്മരിച്ച് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ പ്രത്യേകമായ ദിവസം. എല്ലാ മരിച്ച വിശ്വാസികൾക്കും അവരുടെ സഹനങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച് ദൈവത്തിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുവാൻ അവരെ ഏറ്റവും അധികം നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നത്
ദിവ്യബലിയിലുള്ള നമ്മുടെ പങ്കാളിത്തത്തിലൂടെയാണ്. ദിവ്യബലിയിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. സഭയുടെ വലിയ പാരമ്പര്യമനുസരിച്ച് മരിച്ചവർക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനത്തിന് ശമനം കൊടുക്കുകയും അവരുടെ ജീവിതത്തിലുള്ള പാപങ്ങൾക്ക് പൊറുതി ലഭിക്കുകയും അവർ സ്വർഗത്തിലേക്ക് നിത്യാനന്ദം അനുഭവിക്കുവാനായി എടുക്കപ്പെടുകയും ചെയ്യും എന്ന് വളരെയധികം വിശുദ്ധന്മാർക്ക് ദർശനങ്ങളിലൂടെ ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രത്യേകമായി നമ്മുടെ ഇടവകയിൽ നിന്ന് ഈ വർഷം മരിച്ചുപോയ 29 പേരാണ് നമ്മുടെ ഈ ഇടവകയിൽ ഈ വർഷം മരിച്ചു പോയിട്ടുള്ളത്. അവരെ നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. നമ്മൾ ഒരു ഇടവക എന്ന നിലയിൽ നിന്ന്, ഒരു ഇടവക എന്ന കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരാണ്. അപ്പോൾ നമ്മൾ ഇടവകയിൽ അവരെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ, ഇടവക അംഗങ്ങളായ സഹോദരങ്ങളാണ് അവർക്ക് വേണ്ടി പ്രത്യേകമായി ഈ തിരികൾ തെളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സ്വന്തക്കാർ വന്ന് തിരിതെളിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുക. ഇടവക അവരെ അനുസ്മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. ആ പേരുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ആ പേര് വായിക്കുമ്പോൾ മുൻപിലേക്ക് വരികയും തിരികൾ തെളിയിക്കുകയും ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പേരുകൾ ഏൽപ്പിച്ചിട്ടില്ലാത്ത ആരും ദയവ് ചെയ്ത് മുന്നിലേക്ക് വരരുത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരുകൾ ഇപ്പോൾ വായിക്കുകയാണ്. മുല്ലവളപ്പിൽ റോസ്മേരി, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കോയിമേക്കാട് ജോർജ് സ്റ്റീഫൻ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. തച്ചപ്പള്ളി അഗസ്റ്റിൻ ക്ലീറ്റസ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. വേലിയത്ത് സിസിലി തോമസ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കണ്ണാംപറമ്പിൽ സിൽവസ്റ്റർ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കുരിശിങ്കൽ സ്റ്റീഫൻ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. പുത്തൻതറ ജെസ്സി വിവേര, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ആശാരിമാട്ടേൽ ഡൽസി രാജൻ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. തച്ചപ്പള്ളി ആലീസ് സെബാസ്റ്റ്യൻ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. മാടമാക്കൽ എബ്രഹാം, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. നടുവത്തേഴത്ത് ട്രീസ പിയൂസ്,
കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. പവോത്തിത്തറ എലിസബത്ത്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. പേരേൽപ്പിച്ചിട്ടുണ്ടായോ? കുറവൻ പറമ്പിൽ സാംസൺ പൊടുത്താസ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കടേപ്പറമ്പിൽ തോമസ് ഡിസിൽവ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കരിത്തറ അഗസ്റ്റിൻ ജോസഫ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. നടുവത്തെഴുത്ത് പോൾ ആൻഡ്രൂ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കുരിശിങ്കൽ ഷിഹിൽ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കുരിശിങ്കൽ ബേബി ജോസഫ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കൊട്ടേക്കാട്ട് സ്റ്റാൻലി ഗൊൺസാൽവസ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. നടുവത്തെഴുത്ത് പീറ്റർ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കരിത്തറ ഏലിക്കുട്ടി ജോർജ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കൊല്ലാട്ടുതറ ട്രീസ ജോൺ, കൊല്ലാട്ടുതറ ട്രീസ ജോൺ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കല്ലുവീട്ടിൽ വക്കോ ജോയി, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കൂട്ടുങ്കൽ ഫിലോമിന തോമസ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. പണിക്കരപ്പറമ്പിൽ അനസ്താസിയ അസ്വസ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കണ്ണേങ്ങാട്ട് ജോസഫ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ചമ്പാടിപ്പറമ്പിൽ ആഞ്ചലീന സെബാസ്റ്റ്യൻ, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കണിയാമ്പുറം ജോസഫ് ജോർജ്, കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. വലിയ പറമ്പിൽ തദേവൂസ് ജൂഡ്,
കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ദയച്ച് ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ഇടവകയിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അതോടൊപ്പം സകല മരിച്ച വിശ്വാസികൾക്കും വേണ്ടി നമുക്കിപ്പോൾ ഒരു തിരിതെളിക്കാം. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ദയച്ച് ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത അങ്ങേ പുത്രനിലുള്ള വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങേ ദാസരുടെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ പ്രത്യാശയും ദൃഢീകരിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ, സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേയാളത്തിൽ നിന്നുമിപ്പോ പ്രാർത്ഥനായി കേഴുന്നു പാപിയം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടും പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപം
കർത്താവേ നിന്നെ വണങ്ങിടുന്നു. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോ പ്രാർത്ഥനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മഹിമയിൽ വാഴും രക്ഷകനീശോ മരണമടഞ്ഞ സഹോദരരേ, മഹിമയിൽ വാഴും രക്ഷകനീശോ മരണമടഞ്ഞ സഹോദരരേ, നിൻ തിരുകൃപയാ ശിക്ഷാവിധി നിന്നു കരേറ്റാൻ പണിയണമേ. മഹിമയിൽ വാഴും രക്ഷകനീശോ മരണമടഞ്ഞ സഹോദരരേ, ഇരുളിൽ നിന്നുമുയർത്തി ഇവരിൽ നിത്യവെളിച്ചം തൂകണമേ. ഇരുളിൽ നിന്നുമുയർത്തി ഇവരിൽ നിത്യവെളിച്ചം തൂകണമേ. നിൻ തിരുരക്തം വിലയായി നൽകി നീ വീണ്ടെടുത്തവരല്ലോ നാഥ, നീ വീണ്ടെടുത്തവരല്ലോ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമസ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാണിക്കകൾ പ്രീതിപൂർവം തൃക്കൺ പാർക്കണമേ. അങ്ങേ പുത്രന്റെ മഹാകാരുണ്യത്തിൻ്റെ കൂദാശയാലാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേ മരണമടഞ്ഞ ദാസർ അവിടുത്തോടുകൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ കൽപ്പനയാൽ ഞങ്ങൾ ജന്മം കൊള്ളുന്നു, അങ്ങേ അഭീഷ്ടത്താൽ ഞങ്ങൾ നയിക്കപ്പെടുന്നു, അങ്ങേ ആജ്ഞയാൽ ഞങ്ങൾ രൂപപ്പെട്ട മണ്ണിൽ പാപത്തിൻ്റെ നിയമത്തിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. അങ്ങേ പുത്രൻ്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ അങ്ങേ ഇഷ്ടത്താൽ അവിടുത്തെ ഉത്ഥാന മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. തിരുനാമത്തിൽ വരുവോറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന്
വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഠാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം
അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. പാദങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടിനങ്ങളെ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. Corpus et sanguinis Christi, mi custodis et vitam aeternam. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ ഇരുവശങ്ങളിലായി നിൽക്കുക. കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വലത് കൈയിലേക്ക് ഇടത് കൈ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വരരുത്. ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഇങ്ങനെ വരരുത് കേട്ടോ. വലത് കൈയിലേക്ക് ഇടത് കൈ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇപ്രകാരം ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് വലത് കൈ കൊണ്ട് അതെടുത്ത് നാവിൽ വയ്ക്കുക. നക്കരുത് ദൈവത്തെ ഓർത്ത് കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് അത് നാവിൽ വച്ചിട്ട് വേണം നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. ആ ദിവ്യകാരുണ്യം കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കരുത്. ദിവ്യകാരുണ്യം കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കരുത്. അവിടെ നിന്നുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളുക. അതിനുശേഷം നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോവുക. മറ്റൊരു കാര്യം, ദിവ്യകാരുണ്യം കൈകളിൽ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിലേക്ക് ഒന്നുകൂടെ നോക്കുക. അവിടെ ദിവ്യകാരുണ്യത്തിൻ്റെ തരികളോ എന്തെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ ഉൾക്കൊള്ളണം. അത് താഴെ വീഴാനായിട്ട് അനുവദിക്കരുത്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കവാടം തുറക്കൂ നാഥ, കാരുണ്യത്തോടെ നോക്കൂ. സ്വർഗ കവാടം തുറക്കൂ നാഥ, കാരുണ്യത്തോടെ നോക്കൂ. നിന്റെ കേട്ടങ്ങ് വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. സ്വർഗ കവാടം തുറക്കൂ നാഥ, കാരുണ്യത്തോടെ നോക്കൂ. മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല
വീഴ്ചകൾ വന്നു പോയെങ്കിൽ മുന്നേതിൽ ജീവിച്ച നാളിൽ വലിയ വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കേണി നാഥാ നിന്റെ കാരുണ്യ അളവറ്റതല്ലോ സർവം പൊറുക്കേണി നാഥാ നിന്റെ കാരുണ്യ അളവറ്റതല്ലോ സ്വർഗകവാടം തുറക്കൂ നാഥ കാരുണ്യവാൻ ഓടി നോക്കൂ മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്ത നാഥാ മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്ത നാഥാ നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസ നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസ സ്വർഗകവാടം തുറക്കൂ നാഥ കാരുണ്യവാൻ ഓടി നോക്കൂ സ്വർഗകവാടം തുറക്കൂ നാഥ കാരുണ്യവാൻ ഓടി നോക്കൂ നിൻവിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസരി സന്നിധി ചേർക്കൂ സ്വർഗകവാടം തുറക്കൂ നാഥ കാരുണ്യവാൻ ഓടി നോക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മരണമടഞ്ഞ ദാസർക്ക് വേണ്ടി പെസഹാ രഹസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ. പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മന്ദിരത്തിലേക്ക് അവർ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. നമ്മൾ ഈ ദിവ്യബലിക്ക് ശേഷം സെമിത്തേരിയിൽ വെച്ച് വലിയ ഒപ്പീസ് ചൊല്ലുന്നതായിരിക്കും. നിങ്ങൾ സെമിത്തേരിയിലേക്ക് വരികയാണെങ്കിൽ ആ ഒപ്പീസിൻ്റെ സമയത്ത് ഒരാൾ വേണമെങ്കിൽ മാത്രം കുഴിയുടെ അരികിലേക്ക് വരിക. ബാക്കിയുള്ളവർ സെമിത്തേരിയുടെ പുറത്ത് നിന്നുകൊണ്ട്, അകന്ന് നിന്നുകൊണ്ട്, സാമൂഹിക അകലം പാലിച്ച് അകന്ന് നിന്നുകൊണ്ട് ഒപ്പീസിൽ പങ്കുചേരുക. അതിനുശേഷം ഒപ്പീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെമിത്തേരിക്കുള്ളിൽ പ്രവേശിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുഴിമാടങ്ങളിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മനുഷ്യനെ അവാജ്യമായ നന്മയാൽ സൃഷ്ടിക്കുകയും തൻ്റെ ഏകജാതൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകുകയും ചെയ്ത എല്ലാ സമാശ്വാസങ്ങളുടെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവിക്കുന്നവരായ നമുക്ക് പാപങ്ങൾക്ക് പൊറുതി പ്രദാനം ചെയ്യുകയും എല്ലാ പരേതർക്കും പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടം അവിടുന്ന് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യഥാർത്ഥത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന നാം എല്ലാവരും
അവിടുത്തോടുകൂടെ ആഹ്ലാദപൂർവം നിത്യമായി ജീവിക്കുവാൻ ഇടവരികയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ഓഫീസിൻ്റെ കാർഡുകൾ നിങ്ങൾ കൈകളിൽ എടുക്കുകയാണെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കുവാനും കൂടെ സൂക്ഷിക്കുക. മമനാദായെന്നെ കനിവോടോർക്കണമേ. മാമക ജീവിത ഒരു നിഴൽ പോലെ ആയുകയാണേ മണ്ണിൽ. കരുണയും മമനാദായെന്നെ കനിവോടോർക്കണമേ. മാമക ജീവിത ഒരു നിഴൽ പോലെ ആയുകയാണേ മണ്ണിൽ. ആഴമതിൽ ഞാൻ കേഴുകയാണ്, അഴലുകൾ നീക്കണമേ. എന്നുടെ രോദന നിനദം കേൾക്കാൻ നിൻ ചെവി ചായ്ക്കണമേ. കരുണയിളം മമനാദായെന്നെ കനിവോടോർക്കണമേ. മാമക ജീവിത ഒരു നിഴൽ